ഹലോ സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ASUS ZENFONE 2-ൻ്റെ ചാർജിങ് കംപ്ലൈൻറ്റിനെ കുറിച്ചാണ്. മോഡൽ നമ്പർ Z00AD. അപ്പോൾ ചാർജിങ് എങ്ങോട്ടൊക്കെയാണ് കയറുന്നത്, ചാർജിങ് താഴത്തെ ബോർഡിൽ എവിടെയൊക്കെ കയറുന്നു, എങ്ങോട്ടൊക്കെ ജമ്പർ കൊടുക്കാം, പ്രിൻ്റ് പോയി കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, സ്ട്രിപ്പ് ഡാമേജ് ആയാൽ എന്താണ് ചെയ്യേണ്ടത്, ബോർഡിലേക്ക് എവിടെയാണ് കയറുന്നത്, ഇതെല്ലാമാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കാണുക. ഹലോ, നമുക്കപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് ഇതിൻ്റെ ചാർജിങ് കണക്ടർ. ഏത് ഫോണിനെയും ചാർജിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട സ്പെയറാണ് ഈ ചാർജിങ് കണക്ടർ. ഈ ചാർജിങ് കണക്ടർ ഇതേപോലെയുള്ള കറക്റ്റ് ചാർജിങ് കണക്ടർ തന്നെ ഇടാൻ ശ്രമിക്കണം ഇങ്ങനെയുള്ള മോഡലിന്. അപ്പം ഇതിൻ്റെ ഈ സൈഡിൽ ആദ്യത്തെ അതാണ് നെഗറ്റീവ്, ഇപ്പുറത്തെ സൈഡിൽ അതായത് ഈ സൈഡിൽ ആദ്യത്തേതാണ് പോസിറ്റീവ്. ഇതിൻ്റെ ചാർജിങ് കണക്ടറിന് ആകെ 5 ലെഗുകളാണുള്ളത്. 5 ലെഗുകളിൽ ഈ സൈഡിലെ ഫസ്റ്റിലത്തെ കാല് നെഗറ്റീവും ഇപ്പുറത്തെ സൈഡിലെ ഫസ്റ്റിലത്തെ കാല് പോസിറ്റീവുമാണ്. പോസിറ്റീവ് കണക്ഷൻ നേരെ കയറുന്നത് ഈ ബോർഡിൻ്റെ ഇപ്പുറത്തെ വശത്താണ്. ഇനി അഥവാ പ്രിൻ്റ് പോയിട്ടുണ്ടെന്നൊരിൽ നിങ്ങൾ നെഗറ്റീവ് ഏതെങ്കിലും നെഗറ്റീവ് പോയിൻറ്റിലേക്ക് സോൾഡർ ചെയ്യാവുന്നതാണ്. ഈ കാണുന്നതെല്ലാം നെഗറ്റീവ്, ഈ കാണുന്നതെല്ലാം നെഗറ്റീവാണ്. ഇങ്ങോട്ട് സോൾഡർ ചെയ്ത് കൊടുക്കാവുന്നതാണ് നെഗറ്റീവ് പോയിൻറ്റ്. പോസിറ്റീവ് പോയിൻറ്റ് നിങ്ങൾ സോൾഡർ ചെയ്യേണ്ട പോയിൻറ്റിൻ്റെ ഇപ്പുറത്തെ വശത്താണ്. ഇപ്പുറത്തെ വശത്തേക്ക് ഇത് കണ്ടില്ലേ, ഈ ഡോട്ട് കാണുന്നില്ലേ, ഒരു ഗോൾഡൻ ഡോട്ട് ഇവിടെ കാണാം. ഈ ഗോൾഡൻ ഡോട്ടിലേക്കാണ് നിങ്ങൾ ജമ്പർ കൊടുക്കേണ്ടത്. അങ്ങോട്ടാണ് ഇതിൻ്റെ ചാർജിങ് കയറുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ കണക്ടറിൽ കൂടെയാണ് പോകുന്നത്. കണക്ടറിൻ്റെ ഈ സൈഡിലെ 1, 2, 3 പോള് പോസിറ്റീവ് വോൾട്ടേജ് കയറുന്നതാണ്. ഈ സൈഡിലെ 3 പോളിൽ കൂടെ ചാർജിങ് ഈ സ്ട്രിപ്പ് വഴിയാണ് പോകുന്നത്. ഈ സ്ട്രിപ്പ് സാധാരണ ഡാമേജ് ആകാൻ സാധ്യതയുള്ള ഒരു സ്ട്രിപ്പാണ്. ഇതിലാണ് ചാർജിങ്, സിം, മെമ്മറി എന്ന് വേണ്ട റിങ്ങർ, മൈക്ക് എല്ലാം വരുന്ന ഇതിലാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് വെച്ചാൽ നമുക്ക് ചാർജിങ്ങിൻ്റെ ഇപ്പോൾ ചെക്ക് ചെയ്യാം. ഇത് കഴിഞ്ഞ് വെച്ച് ബോർഡിൽ എങ്ങോട്ടാണ് കയറുന്നതെന്ന് പറയാം. ബോർഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും, ഇവിടെ ഈ ക്യാമറയുടെ താഴെവശത്തായിട്ട് ഈ കറുത്ത IC ഉണ്ടോ, ഈ ICയുടെ ഏതാണ്ട് നടുഭാഗത്തായിട്ട് ഇതുണ്ട്. നടുഭാഗത്തിന് സമാന്തരമായിട്ടൊരു കപ്പാസിറ്റർ ഉണ്ട്. അതിൻ്റെ കുറച്ച് താഴെ ഒരു കപ്പാസിറ്റർ ഉണ്ട്. 2 കപ്പാസിറ്റർ ഉണ്ട്. ഈ കപ്പാസിറ്ററും ഇതിൻ്റെ മുകളിലത്തെ കപ്പാസിറ്ററും. ഈ 2 കണക്ഷനിലേക്കും ചാർജിങ്ങിൻ്റെ കണക്ഷൻ കയറുന്നുണ്ട്. അത് മുകളിലേക്കാണ് കയറുന്നത്. അപ്പോൾ നിങ്ങൾ ചാർജർ കുത്തിവെച്ച് ഇവിടെ ഒരു പോള് നെഗറ്റീവ് വയ്ക്കുക, മൾട്ടിമീറ്ററിൻ്റെ ഒരു പോള് പോസിറ്റീവ് വെച്ച് ഈ 2 കപ്പാസിറ്റർ വോൾട്ടേജ് വരുന്നുണ്ടോയെന്ന് നോക്കുക. ഒരു 5 വോൾട്ട് അടുത്ത് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടെന്നൊരിൽ ചാർജിങ്ങിൻ്റെ വോൾട്ടേജ് ഇവിടം വരെ വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഈ ICയുടെ ക്യാമറയുടെ താഴെ ഇരിക്കുന്ന ഈ ICയുടെ കറുത്ത ICയുടെ അതിൻ്റെ ഇങ്ങേ സൈഡിൽ 2 സ്പെയറുകൾ കപ്പാസിറ്ററുകൾ ഇരിപ്പുണ്ട്. ആ സ്പെയറിലേക്കാണ് കയറുന്നത്. അതിൻ്റെ മുകളിലത്തെ സൈഡിലേക്കാണ് കയറുന്നത്. അപ്പോൾ അങ്ങോട്ടൊരു ജമ്പർ ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മൊബൈൽ സംബന്ധമായ ഒട്ടുമിക്ക വീഡിയോകളും ഞാൻ ഈ ചാനൽ വഴി ഇടുന്നതായിരിക്കും. അപ്പോൾ ഒരു പുതിയ കിടിലം വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.